പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ആത്മാവിൻ്റെ തൊട്ടവർ ഒരിക്കലും പോവില്ല. അയാൾ പോയാലും നമുക്ക് അയാളെ പറഞ്ഞയക്കാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, റസാഖ് ടോക്സ്, ലെറ്റ്സ് ടോക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആൾക്കാരുടെ അടുത്ത് പറയാറുണ്ട്, എന്തിനു വേണ്ടി നിങ്ങൾ ഈ കഷ്ടപ്പെട്ടിട്ട് അറിയാത്ത ഒരു ലാംഗ്വേജ് മലയാളത്തിൽ വീഡിയോ ചെയ്യുന്ന എന്തിനു വേണ്ടി സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. സാരമില്ല, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ഞാൻ കടന്നു വന്നതും ഈ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു മലയാള ലോകത്തിലാണ്, മലയാളീസിൻ്റെ കൂടെയാണ്. എൻ്റെ പ്രൊഫഷണൽ ലൈഫ് ഇരിക്കട്ടെ, എൻ്റെ പേഴ്സണൽ ലൈഫ് ഇരിക്കട്ടെ, എൻ്റെ സോഷ്യൽ ലൈഫ് ഇരിക്കട്ടെ, ഇതെല്ലാം മലയാളത്തിലാണ്. അതിനപ്പുറം എനിക്ക് മലയാളം എൻ്റെ അഭിമാനമാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ സോൾമേറ്റ്സ്, ഈ ആത്മാവിൻ്റെ തൊട്ടവർ ഒരിക്കലും പോകത്തില്ല. അത് പോകാൻ പറ്റത്തില്ല, നമ്മൾ പറഞ്ഞയക്കാനും പറ്റത്തില്ല. വൈ എ പേഴ്സൺ കംസ് ഇൻ ദിസ് വേൾഡ്, ഒരു മനുഷ്യൻ ഈ ലോകത്തിലേക്ക് എന്തിനു വേണ്ടി വരുന്നത്? കഴിവും അറിവും ഓപ്പർച്യൂണിറ്റിയാണ്. പല ആൾക്കാർ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ സക്സസ് ആവത്തില്ല, എനിക്ക് സക്സസ് ആവാൻ പറ്റത്തില്ല, ഒരുപാട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്ന് പറയും. പക്ഷേ എന്താണ് ഞങ്ങളുടെ കഴിവ്? ആ കഴിവ് അനുസരിച്ചിട്ട് നമ്മളെ അറിവ് നോളേജ് അനുസരിച്ചിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിൻ്റെ ശരിക്കും ഞങ്ങൾ അതാത് സമയത്തിൽ യൂസാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഞങ്ങൾ എല്ലാവരും വന്ന് പർപ്പസ് നമ്മൾ ഫുൾഫിൽ ചെയ്യാം. മറ്റൊരു കാര്യം, പ്രിയമുള്ളവരെ, നിങ്ങൾ ആരാണോ പരിഗണിക്കുന്നത് അവരെ നിങ്ങൾ പരിഗണിക്കുക. നിങ്ങൾ ആരാണോ അവമാനിക്കുന്നത് അവഗണിക്കുന്നത് അവർ നിങ്ങൾ അവഗണിക്കുക. നിങ്ങളെ പരിഗണിക്കുവാൻ ഈ ലോകത്തിൽ ഒരു പൂച്ചക്കുട്ടി പോലുണ്ടായാലും അതിനു വേണ്ടി ഞങ്ങൾ ജീവിക്കുക. ഇതിന് പറയുന്നത് ഇമോഷണൽ വെൽനെസ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ മനസ്സമാധാനത്തിന് കഴിഞ്ഞിട്ട് ലോകത്തിൽ ഒന്നുമില്ല. എവിടെയാണോ നമുക്ക് മനസ്സമാധാനം, എങ്ങനെയാണോ നമ്മൾ ജീവിക്കാൻ പറ്റും, അവിടെ ജീവിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് പ്രിയമുള്ളവരെ, എൻ്റെ അടുത്ത വീഡിയോ വളരെ കുറച്ച് ഗൗരവമുള്ള വീഡിയോ ആയിരിക്കും. അതാണ് ഇംഗ്ലീഷിൽ പറയുന്നത് റെപ്പർകർഷൻ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ മലയാളത്തിൻ്റെ അർത്ഥമായിരിക്കും പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളെല്ലാവരും നോക്കുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു മനുഷ്യൻ്റെ നമ്മൾ തൊട്ടറിയുന്നത് അയാൾ സങ്കടങ്ങളിലാണ്, പിന്നെ ദുഃഖങ്ങളിലാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിത് തിരിച്ചറിയുന്നത് ഒരു മനുഷ്യൻ്റെ സങ്കടത്തിൻ്റെ സമയത്തിലാണ്, സന്തോഷത്തിൻ്റെ സമയത്തിലൊന്നുമല്ല. നമുക്കൊരു മനുഷ്യ എപ്പോഴാണോ സങ്കടത്തിൻ്റെ സമയത്തിലുള്ളത്, എപ്പോഴാണോ വിഷമിച്ചിട്ടുള്ളത്, അയാളിത് അന്നാണ് നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റും. എവിടെയാണോ മനസ്സമാധാനം, എവിടെയാണോ സംതൃപ്തി, എവിടെയാണോ ഇതൊക്കെയല്ല ഉള്ളത്, അവിടെ മാത്രം നമ്മൾ ജീവിക്കേണ്ടത്. ഇത് എവിടെയാണോ അസംതൃപ്തി എന്ന് പറയുന്നത്, ഡിസ്സാറ്റിസ്ഫാക്ഷൻ, എവിടെയാണോ നമുക്ക് ഗൗരവമില്ല, അവിടെ നമ്മൾ ഒരിക്കലും ഒരു മിനിറ്റ് പോലും നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായി നമ്മുടെ മുമ്പിൽ പറയാൻ പോകുന്നു. ഈ മനുഷ്യൻ്റെ ഒരു ബിഗ് ക്വാളിറ്റി എന്ത്? വാട്ട് ഈസ് ദ ബിഗ് ക്വാളിറ്റി ഓഫ് എ പേഴ്സൺ? സത്യത്തിൽ പറയുവാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു ബിഗ് ക്വാളിറ്റി, ഒരു വലിയൊരു ക്വാളിറ്റി, ഗുണം എന്ന് പറഞ്ഞാൽ നന്ദിയാണ്. നമുക്ക് ആൾക്കാർ ചെയ്തതിൻ്റെ നന്ദി പറയുക, നന്ദി ഉണ്ടാവുക. ഇച്ചിരി കഷ്ട സമയത്തിൽ എന്തായാലും ഏത് സമയത്തിലാണെങ്കിലും നമ്മൾ കഷ്ട സമയത്തിൽ ഒരാളെ നമുക്ക് എന്തായെങ്കിലും ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ അയാളിത് മനസ്സറിഞ്ഞിട്ട് നന്ദി പറയുക. ഇത് ചെയ്തില്ലെങ്കിൽ ദൈവാനുഗ്രഹം ഒരിക്കലും ഉണ്ടാവില്ല. എവിടെയാണോ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് അവിടെ എപ്പോഴും നമുക്ക് ഒരു ഇമോഷണൽ വെൽനെസ് ഉണ്ടാവും, അതിന് ഒരു സംശയമില്ല. പിന്നെ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ എന്ന് ഒരിക്കലും പറയരുത്. നമ്മളെ ആളങ്ങളിത് അറിയുന്നത്, നമ്മളെ സ്കെയിൽ അറിയുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടല്ല. എൻ്റെ കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ, മറ്റുള്ള ആൾക്കാരുടെ കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. 800 കോടി ക്രോസ് മനുഷ്യരിലെ ലോകത്തിൽ എങ്ങനെയാണ് ഞങ്ങൾ മറ്റുള്ള ആൾക്കാരെ പറ്റി പറയും? ഓരോ മനുഷ്യൻ്റെ ഈ പുറത്തിൽ കാണുന്ന മനുഷ്യൻ അവൻ്റെ ഉള്ളിലൊന്നും ആയിരിക്കൂല. അപ്പോൾ ഈ പുറത്തിൽ കാണുന്ന ഈ പുറമെ കാണുന്ന മനുഷ്യൻ്റെ കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. സമാധാനം മീൻസ് വാട്ട്? മനസ്സമാധാനം എന്ന് പറയുന്നത് എന്താണോ? ഒരുപാട് പൈസകളാണോ, ഒരുപാട് പ്രോപ്പർട്ടിയാണോ, ഒരുപാട് എഡ്യൂക്കേഷനാണോ, ഒരുപാട് നമുക്കുള്ള ഫെസിലിറ്റീസാണോ, അഥവാ നമുക്കുള്ള വലിയ വീടാണോ? ഒരിക്കലും അല്ല. ബന്ധങ്ങളെ കേടുപെട്ടാതെ
ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ് സമാധാനം എന്ന് പറയുന്നത്. ഇതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സമാധാനം ഉണ്ടാവും. പ്രിയമുള്ളവരെ, ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് നരേഷൻ പറയാൻ പോകുന്നു. ഈ മനസ്സമാധാനം നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ ഞങ്ങളിങ്ങനെ കടന്നു വരും. നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് കുറേ ഡിസാറ്റിസ്ഫാക്ഷൻസ് ഉണ്ടാവും. ആ സമയത്തിൽ ഇരുന്ന് സംസാരിക്കുക, ഞങ്ങളുടെ കാര്യങ്ങൾ പറയുക, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മാറി പോവുക. അതല്ലാതെ കുറേ കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് ബാക്കി വെച്ചിട്ടും കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു ഊണ്ടായിട്ട് മാറും. ഇത്ര കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ അടുത്ത വീഡിയോ വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. റെപ്പർകർഷൻസ്, പ്രത്യാശയങ്ങൾ എന്ന് പറഞ്ഞിട്ട്, പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൻ്റെ മീനിങ്. അതിൻ്റെത് എല്ലാവരും വാച്ച് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദിയും കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടത്തേക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. റസാഖ് ടോക്സ്, ലെറ്റ്സ് ടോക്സ്. താങ്ക് യു.